ഇന്നത്തെ ട്രേഡിംഗ് സെഷനോട് കൂടി 2025 കറണ്ട് ഇയറിലെ ഫസ്റ്റ് ഹാഫ് അവസാനിച്ചിരിക്കുകയാണ്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം, ഇസ്രായേൽ ഇറാൻ സംഘർഷം, ട്രേഡ് വാർ തുടങ്ങിയ പല പ്രതികൂല അവസ്ഥകളെയും ഇന്ത്യൻ മാർക്കറ്റ് അതിജീവിക്കുകയും ഇൻഡെക്സ് ഫസ്റ്റ് ഹാഫിൽ 8% ഉയരുകയും അല്ലെങ്കിൽ 8% കുതിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തു. 2026 ഫിനാൻഷ്യൽ ഇയറിലെ ആദ്യ ക്വാർട്ടറിലുള്ള അല്ലെങ്കിൽ 2026 ഫിനാൻഷ്യൽ ഇയറിലെ ഫസ്റ്റ് ക്വാർട്ടറിലെ കമ്പനികളുടെ ഡീസൻറ്റ് പെർഫോമൻസും RBIയുടെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടും കൂടാതെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിക്കുന്ന മാക്രോ എക്കോണമിക് ഡേറ്റകളുമൊക്കെയാണ് ഇന്ത്യൻ മാർക്കറ്റ് ഫസ്റ്റ് ഹാഫിൽ മികച്ച പെർഫോമൻസ് നടത്തിയതിന് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിച്ചത്. കൂടാതെ ക്രൂഡ് ഓയിലിൻ്റെ വിലയിലുണ്ടായ ഇടിവും ജിയോ പൊളിറ്റിക്കൽ ടെൻഷനുകളിൽ വന്ന അയവുമൊക്കെ മാർക്കറ്റ് വീണ്ടും ഹയർ സൈഡിലേക്ക് ഉയരും എന്നുള്ള സൂചനയാണ് നൽകുന്നത്. 2025 കറണ്ട് ഇയറിലെ സെക്കൻഡ് ഹാഫിലും ഗ്ലോബൽ മാർക്കറ്റും ഇന്ത്യൻ മാക്രോകളും മികച്ചതായതുകൊണ്ട് മാർക്കറ്റ് ഈ രീതിയിലുള്ള പെർഫോമൻസ് തുടരാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ നിലയിൽ മാർക്കറ്റ് ഉയരുകയാണെങ്കിൽ ഈ വർഷം അവസാനത്തോടുകൂടി 27,500 എന്ന ടാർഗറ്റിലേക്ക് ഇന്ത്യൻ മാർക്കറ്റിന് എത്താനും സാധിക്കും. 2025 കറണ്ട് ഇയറിലെ സെക്കൻഡ് ഹാഫിൽ മികച്ച റിട്ടേണിന് വേണ്ടി അനലിസ്റ്റുകൾ സജസ്റ്റ് ചെയ്യുന്ന ചില സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത്. ഇപ്പോൾ അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്നതും 2025 കറണ്ട് ഇയറിലെ സെക്കൻഡ് ഹാഫോടുകൂടി മികച്ച റിട്ടേൺ തരാൻ ശേഷിയുണ്ടെന്ന് പൊതുവെ വിലയിരുത്തുന്നതുമായ ചില സ്റ്റോക്കുകളെ പരിചയപ്പെടാം. ഒന്നാമത്തേത് മഹാനഗർ ഗ്യാസ് ലിമിറ്റഡ്. മഹാനഗർ ഗ്യാസ് ലിമിറ്റഡ് 1481 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 1250 സ്ട്രോങ് ബേസ് ഫോം ചെയ്തതിനു ശേഷം സ്റ്റോക്ക് ഹയർ സൈഡിലേക്ക് നീങ്ങുകയാണ്. ബുള്ളിഷ് ട്രെൻഡ് സ്റ്റോക്കിൽ ശക്തമാണ്. RSI പരിശോധിച്ചാൽ വീക്ക്ലി RSI 68 മുകളിലാണ്. അതും സ്ട്രോങ് മൊമെൻറ്റത്തെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. എല്ലാ മൂവിംഗ് ആവറേജ് റേഞ്ചുകൾക്കും മുകളിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് മഹാനഗർ ഗ്യാസ് ലിമിറ്റഡ് 2025 കറണ്ട് ഇയറിലെ സെക്കൻഡ് ഹാഫിൽ ഡീസൻറ്റ് പെർഫോമൻസ് നടത്താൻ സാധ്യതയുണ്ടെന്ന് പൊതുവെ വിശ്വസിക്കുന്നു. സ്റ്റോക്കിന് 1675, 1750, 1780 തുടങ്ങിയ ടാർഗറ്റുകളാണ് അനലിസ്റ്റുകൾ നൽകിയിരിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റോക്ക് അദാനി എൻ്റർപ്രൈസസ്. അദാനി എൻ്റർപ്രൈസസും ഓൾ ടൈം ഹൈയിൽ നിന്നും ഡിസ്കൗണ്ട് ലഭിക്കുന്ന സ്റ്റോക്കാണ്. ഒരു സമയത്ത് 3750 രൂപയ്ക്ക് അടുത്ത് വിലയുണ്ടായിരുന്ന സ്റ്റോക്ക് 2000 രൂപ വരെ ഇടിയുകയും 2000-നടുത്ത് സ്ട്രോങ് ബേസ് ഫോം ചെയ്തതിനു ശേഷം 2500 മുകളിൽ ബ്രേക്കൗട്ട് നൽകുകയും ചെയ്ത സ്റ്റോക്കാണ്. ഇവിടെ ട്രയാങ്കുലർ ബ്രേക്കൗട്ടിൻ്റെ പശ്ചാത്തലത്തിലും നമ്മൾക്ക് സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. 1624-നടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് 3080, 3100 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയർന്നേക്കും. 2400 രൂപയുടെ സ്റ്റോപ്പ് ലോസ് അദാനി എൻ്റർപ്രൈസസ് എന്ന സ്റ്റോക്കിൽ മെയിൻറ്റെയിൻ ചെയ്യാവുന്നതുമാണ്. മൂന്നാമത്തെ സ്റ്റോക്ക് ബന്ധൻ ബാങ്ക്. ബന്ധൻ ബാങ്ക് ഇതുവരെ തുടർന്ന് വന്ന നെഗറ്റീവ് ട്രെൻഡ് ലൈൻ അവസാനിപ്പിച്ച് ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് പോയിന്റ് ഓഫ് വ്യൂ ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കായി മാറിയിരിക്കുകയാണ്. സ്ട്രോങ് ബൈയിങ് മൊമെൻറ്റം വന്നിട്ടുണ്ട്. 175 എന്ന പ്രധാന റെസിസ്റ്റൻസിനെ സ്റ്റോക്ക് മറികടക്കുകയും അവിടെ റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ വരികയും ചെയ്തു. ഇനി സ്റ്റോക്കിൻ്റെ മുന്നിലുള്ള ടാർഗറ്റ് 200, 215 തുടങ്ങിയ ലെവലുകളാണ്. 2025 കറണ്ട് ഇയറിൻ്റെ കറണ്ട് ഇയറിൻ്റെ സെക്കൻഡ് ഹാഫിൽ സ്റ്റോക്ക് 200, 215 തുടങ്ങിയ ടാർഗറ്റുകളിലേക്ക് ഉയരും എന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. 2025 കറണ്ട് ഇയറിൽ ഡീസൻറ്റ് പെർഫോമൻസ് നടത്താൻ സാധ്യതയുള്ള FMCG സെക്ടറിലെ ഒരു സ്റ്റോക്കാണ് HUL അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ്. 2300-നടുത്ത് ഒരു സ്ട്രോങ് ബേസ് ഫോം ചെയ്തതിന് ശേഷം സ്റ്റോക്ക് ഹയർ സൈഡിലേക്ക് നീങ്ങാൻ തയ്യാറെടുക്കുകയാണ്. ഇവിടെ നിന്നും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവും സ്റ്റോക്കിനെ 2300, 2290 തുടങ്ങിയ റേഞ്ചുകളിൽ അക്കുമുലേറ്റ് ചെയ്യാം. 2600 രൂപയുടെ ടാർഗറ്റാണ് നമ്മൾ എയിം ചെയ്യേണ്ടത്. 2150 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാം. W രീതിയിലുള്ള അല്ലെങ്കിൽ ഡബിൾ ബോട്ടം രീതിയിലുള്ള ഒരു ബുള്ളിഷ് പാറ്റേൺ ആണ് HUL എന്ന സ്റ്റോക്കിൽ വന്നിരിക്കുന്നത്. കൂടാതെ അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്ന FMCG സെക്ടറിലെ തന്നെ മറ്റൊരു സ്റ്റോക്ക് VBL ആണ്. VBL എന്ന സ്റ്റോക്ക് 457 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 445, 450 തുടങ്ങിയ റേഞ്ചിൽ സ്റ്റോക്ക് ഒരു സ്ട്രോങ് ബേസ് ഫോം ചെയ്തതിന് ശേഷം ഹയർ സൈഡിലേക്ക് നീങ്ങാൻ ശ്രമിക്കുകയാണ്. RSI ഓവർസോൾഡിന് അടുത്തായിട്ടാണുള്ളത്. കൂടാതെ സ്റ്റോക്കിൽ ഒരു V ഷേപ്പ് റിക്കവറിയും വന്നിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 435 രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് 510 രൂപയുടെ ടാർഗറ്റാണ് VBL അല്ലെങ്കിൽ വരുൺ ബിവറേജ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൽ എയിം ചെയ്യേണ്ടത്. 462 രൂപ, 460 തുടങ്ങിയ റേഞ്ചുകളിലൊക്കെ സ്റ്റോക്കിനെ അക്കുമുലേറ്റ് ചെയ്യാവുന്നതാണ്.